जानो काफिर पर क़ियामत कीजिए ഈ സത്യത്തെ നിഷേധിക്കുന്നവൻ ഒടുങ്ങട്ടെ, അവൻ അവസാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളാണെന്ന് വാദിച്ചിട്ട് ആ ഹബീബിന്റെ മദ്ഹ് പറയണ്ട, ആ റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കണ്ട, ആ ഹബീബിന്റെ മൗലിദ് ഓതണ്ട എന്ന് പറയുന്നവന്റെ ഖൽബിൽ ഈമാനിന്റെ പ്രഭയില്ല. കാരണം നൂറുക്കി മഹഫിൽ നൂറുക്കി ജൽകാ നൂറുക്കി ജൽവാജാ, കാരുണ്യത്തിന്റെ കരദാനം കൊണ്ട് ലോകത്തിന് വരദാനം നൽകി പരിവർത്തനത്തിന്റെ പടഹധ്വനിയിലൂടെ മാലോകരെ ആഗമാനം മോചനത്തിന്റെ മലർവാടിയിലേക്ക് മാടി വിളിച്ചിട്ട് വിരുന്നു നൽകിയ വിരുന്നുകാരനാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞാനൊരു വിരുന്നുകാരനാണ്. സുപ്രയൊരുക്കിയത് സ്വർഗത്തിലാണ്. സുപ്രയൊരുക്കിയവൻ അല്ലാഹുവാണ്. ഞാനാണ് വിളിക്കുന്നത്. മന്നജാബദ്ദായി, ആരെങ്കിലും ഞാനാകുന്ന ക്ഷണിതാവിനെ സ്വീകരിച്ചാൽ ദഖലദ്ദാറ വഅകല മിനൽ മഅ്ദുബാ, വീട്ടിൽ കടന്ന് സുപ്രയിൽ നിന്ന് ഭക്ഷിച്ചു. ആരെങ്കിലും എനിക്ക് ഉത്തരം ചെയ്തില്ലെങ്കിൽ അവൻ വീട്ടിൽ കടന്നിട്ടില്ല, സുപ്ര ലഭിച്ചിട്ടില്ല. ഇത് ഹദീസിലെ നല്ല ഒരു ആഖ്യാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലേക്ക് വിളിക്കുന്ന ക്ഷണിതാവാണ്. സ്വർഗം വിരുന്നാണ്. വിരുന്നൊരുക്കിയവൻ അല്ലാഹുവാണ്. ആ വിരുന്നൊരുക്കി വച്ചിരിക്കുന്ന നേതാവ് നൂറുക്കി മഹഫിൽ മേം ദിക്ർ ഖൈർ ഹോഗാ നൂർ കാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയാനുള്ളതാണ് ഈ സദസ്. എന്തിനാണ് ഈ നാവ്? നാവില്ലെങ്കിലും മനുഷ്യനായി ജീവിക്കാം. ഇവിടെ കണ്ടില്ലയോ മൃഗങ്ങൾ സംസാരിക്കാതെ ജീവിക്കുന്നത്? അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. മൃഗങ്ങളുടെ ലോകത്തില്ലാത്ത സംഘട്ടനം മനുഷ്യലോകത്തുണ്ടാവുന്നത് ഈ എല്ലില്ലാത്തൊരു സാധനം കൊണ്ടാണ്. ഈ എല്ലില്ലാത്ത നാവ് കൊണ്ട് മനുഷ്യലോകത്ത് നടക്കുന്ന സംഘട്ടനങ്ങൾ എത്ര വലുതാണ്. അതേ സമയത്ത് അതില്ലാത്തതിന്റെ പേരിൽ മൃഗങ്ങൾ എത്ര സമാധാനത്തിലാണ്. എന്നാൽ ഈ നാവ് തന്നതെന്തിനാണ്? ലബ് പെ മദ്ഹുൻ നബി ഖൽബ് മേം ദിക്റേ ഖുദാ, അതിനു വേണ്ടിയാണ്. ഖൽബ് മേം ദിക്റേ ഖുദാ ലബ് പെ ദിക്റുൻ നബി ഓർ മദ്ഹുൻ നബി. അധരങ്ങൾ ചലിക്കേണ്ടത് ആദരണീയരായ പുണ്യപ്രവാചകരുടെ പ്രകീർത്തനത്തിനാണ്. ഹൃദയം മിടിക്കേണ്ടത് ലോകാധികാരിയായ അല്ലാഹുവിന്റെ സ്മൃതിയിലാണ്. അങ്ങനെയാണെങ്കിലാണ് ജീവിതം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്നിട്ട് ഇസ്ലാമിക പ്രചരണം നടത്തുമ്പോൾ ആധുനിക വെല്ലുവിളിയായി മുസ്ലിം ലോകത്തിന്റെ മുമ്പിൽ ഡെമോക്രസിന്റെ വാള് പോലെ മധ്യപൗരത്യ രാജ്യങ്ങളെ മുഴുവനും ഞെട്ടിത്തരിപ്പിക്കാൻ ശ്രമിക്കുന്ന ജൂതലോബികളുടെ പിന്മുറക്കാരല്ല മുൻമുറക്കാര് ഹബീബിന്റെ മുമ്പിൽ ചോദ്യങ്ങളുടെ ശരങ്ങൾ ഉയർത്തി. ഹബീബ് ഇളകിയില്ല. ഇനി അവരുടെ ശ്രമം എന്താണ്? എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കണം. വിക്കി ലീക്സിലൂടെ, ആധുനിക സൈറ്റുകളുടെ ശ്രമം എങ്ങനെയാണ്? ഞാൻ ന്യായമായും ഒരു സംശയത്തിലാണ്, നിങ്ങൾക്കുണ്ടാകാം. വിക്കിലീക്സ് ലീക്കായതിനു ശേഷമാണ് ഈജിപ്തിൽ സമരമുണ്ടായത്. പിന്നെയാണ് ലിബിയ ഇളകിയത്.
പിന്നെയാണ് സിറിയ അനങ്ങിയത്, ഇപ്പോൾ ബഹ്റൈനിൽ ചലിക്കുന്നത്, കുവൈത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നത്, ഖത്തറിൽ പ്രതിഷേധ സംഘം ഉരുണ്ടുകൂടിയത്. ഈ ലീക്കുമായി വല്ല ബന്ധമുണ്ടോന്നറിയില്ല. ജൂതന്മാരങ്ങനെ ചെയ്യുമെന്നാണ് ചരിത്രം പറയുന്നത്. റവബിനു ഇസ്ഹാഖിൻ വബിനു ജരീരിൻ വബിനുൽ മുൻദിരി, അവരെല്ലാവരും നിവേദനം ചെയ്യുന്നതിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔസ് ഖസ്റജ് എന്നീ രണ്ട് കൂട്ടക്കാരെ ഒരുമിപ്പിച്ചിരുത്തിയിട്ട് നല്ല യോജിപ്പിലൂടെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അസൂയാലുക്കളായ ജൂതന്മാർക്ക് സഹിച്ചില്ല. അങ്ങനെ അവരെന്ത് ചെയ്തു? ജൂതന്മാരായ ആളുകൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയ സഖ്യം പൊളിക്കാൻ ശ്രമിച്ചു. വഅമറ ഫതൻ ശാബ്ബൻ മിൻ യഹൂദ്, ഈ യഹൂദികളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ പോയി, കോണ്ടാലിസ ഓടി നടക്കും പോലെ ചെറുപ്പക്കാരൻ പോയിട്ടതാ ഔസ് ഖസ്റജുകാര് നല്ല യോജിപ്പിലാണ്, ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരേ തളികയിൽ നിന്ന് ഭക്ഷണം, കൂടെ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇയാള് മെല്ലെ പോയി ഒരു സംഘത്തിന്റെ കൂടെ കൂടി ഔസുകാർ ഖസ്റജിനെതിരെ പാടിയ ഒരു പഴയ പാട്ടെടുത്തു വെച്ചു. ഔസ് ഗോത്രക്കാർ ഖസ്റജ് ഗോത്രക്കാർക്കെതിരെ നടത്തിയ ഒരു പഴയ പാട്ടെടുത്ത് പാടിയപ്പോ അവര് ഓർത്തു, എടാ ഞങ്ങൾക്ക് ആക്ഷേപിച്ചുകൊണ്ട് ഈ പാട്ട് പാടിയപ്പോ ഞങ്ങള് പാടിയ പാട്ടുണ്ടല്ലോ. അവരതാ ഖസ്റജ് ഗോത്രം അടുത്ത പാട്ടുപാടി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഖദ് ഖാല ശാഇറുനാ ഫീ യൗമി കദാ വകദാ ഫതകല്ലമ القوم عند ذلك وتنازعوا وتفاخروا حتى تواثب رجلان من الحيين. അതാ രണ്ട് ഗോത്രത്തിൽ നിന്നുമുള്ള ആളുകൾ ചാടിയിറങ്ങി. ഔസ് ബിൻ ഖൈലും അതുപോലെ തന്നെ ജബ്ബാർ ബിൻ സഖറും രണ്ടുപേര് ചാടിയിറങ്ങി. പോയിരുന്ന ആളാണ് ശഅ്സ് ബിൻ ഖൈസ് എന്ന് പറയുന്ന ആളുടെ പണിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് വലിയ ഗോത്രങ്ങളെ എത്ര സംയമിപ്പിച്ചതാണ്, ഒരുമിപ്പിച്ചു കൊണ്ടുപോയി സമാധാനത്തിലിരുത്തിയ ആളുകളാണ്. അവര് നല്ലതുപോലെ സുഖദുഃഖങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി വന്നുകൊണ്ട് പഴയ കാലത്ത് പാടിയൊരു പാട്ടുപാടി. അപ്പൊ മറ്റുള്ളവർക്ക് ഉണർന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളായി രണ്ടുപേരും ചാടി വീണു. ഫഗളിബൽ ഫരീഖാനി ജമീഅ, രണ്ട് സംഘങ്ങളും ദേഷ്യം പിടിച്ച് യുദ്ധത്തിന്റെ വക്കിലെത്തി. എന്നിട്ടവര് വിളിച്ചു പറയാൻ തുടങ്ങിയ സലാഹ് അസ്സിലാഹ്, എവിടെ വാളെവിടെ, വടിയെവിടെ, വടിവാളെവിടെ, അടിക്കട്ടെ എന്ന് പറഞ്ഞ് പരസ്പരം കൊമ്പുകോർക്കാൻ നിൽക്കുമ്പോഴാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുകയാണ്. فخرج إليهم في من معه من المهاجرين من أصحابه حتى جاءهم يا معشر المسلمين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെട്ടെന്ന് തന്നെ കിട്ടിയ സ്വഹാബികളെയും കൊണ്ടിറങ്ങി. അപ്പോൾ ഇസ്ലാമിക സമൂഹത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കാൻ, ഹബീബിന്റെ മുടിക്ക് പവിത്രതയുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ച് ആക്ഷേപിപ്പിക്കാൻ ഒരുങ്ങുമ്പോ പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വമാണ് സമാധാനം പറഞ്ഞു കൊടുക്കൽ, സത്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് അഭിപ്രായ വ്യത്യാസമാകുമ്പോൾ നമ്മുടെ ദൗത്യമാണ്. അല്ലാതെ നമ്മുടെ നബിയെ ചോദ്യം ചെയ്തു, നിസ്കാരം വെട്ടിക്കുറച്ചു, അള്ളാഹുവിനെ കുറിച്ചുള്ള ആരാധനയുടെ നിർവചനം മാറ്റി, ഇതെല്ലാം നടത്തിയാലും മിണ്ടിക്കൂടാ എന്ന് പറയുന്ന നയം ആദർശപരമല്ല. ചില ആളുകൾ മൗനം ദഅവത്തായി സ്വീകരിച്ച ആളുകളുണ്ട്. ഇവിടെ സമൂഹത്തിലെ കുറെ ആളുകൾ നിസ്കാരം വെട്ടിക്കുറച്ചു, കുറെ ആളുകൾ മഹാന്മാരെ ആദരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, കുറെ ആളുകൾ മൗലിദാഘോഷത്തെ ചോദ്യം ചെയ്തു, കുറെ ആളുകൾ പള്ളിയിൽ തന്നെയുള്ള മുഴുവൻ നടപടികളും മാറ്റിയിട്ട് പുതിയ പള്ളി ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴെല്ലാം മിണ്ടിയാൽ ഇളകിപ്പോകുമെന്ന് പറഞ്ഞ് മൗനം ദീക്ഷിക്കുന്ന മതത്തിന്റെ വക്താക്കൾ, അവർക്ക് ആദർശത്തെക്കുറിച്ച് ബോധമില്ല. മൗനമാണ് അവിടെ വേണ്ടതെന്ന് പറയുന്നവർ ഇല്ല. അവിടെ കൃത്യമായി കടന്നു ചെന്ന് സത്യം പറഞ്ഞു കൊടുക്കേണ്ട ദൗത്യം ഉത്തരവാദിത്വമുള്ള പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്.
ഉത്തരവാദിത്തമുള്ള പണ്ഡിതന്മാർ അബദ്ധങ്ങൾ വിളയാടുമ്പോ സുബദ്ധം പറഞ്ഞു കൊടുക്കേണ്ടവരാണ്. അരുതായ്മകളിലേക്ക് ആളെ കൂട്ടുമ്പോ ഇസ്ലാമിന്റെ നിയമങ്ങളെയും വ്യവസ്ഥിതികളെയും പറഞ്ഞു കൊടുക്കേണ്ടവരാണ് പണ്ഡിതന്മാർ. അതാണ് പ്രവാചകീയമായ ദൗത്യം. അതാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അതാണ്. അതുകൊണ്ട് ആ ദൗത്യം നിർവഹിക്കുന്നവരാണ് യഥാർത്ഥ ആലിമീങ്ങൾ. ചില ആളുകൾ അപ്പുറം ഇപ്പുറം ഇരുന്ന് നിശബ്ദമായി പോയിട്ട് പറയും ഇല്ല, എതിർപ്പ് കൊണ്ടാണ് പ്രശ്നം, വിമർശനം കൊണ്ടാണ് പ്രശ്നമെന്ന് പറയുന്നവരെ ആദർശ രംഗത്ത് വിട്ടുവീഴ്ചയില്ലെന്ന് പഠിപ്പിച്ച നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാണ്. എന്നിട്ട് വിളിക്കുന്നു, യാ മഅ്ശറൽ മുസ്ലിമീൻ, ഓ മുസ്ലിമീങ്ങളെ, അല്ലാഹ അല്ലാഹ് അബിദഅവൽ ജാഹിലിയ്യ വഅന ബൈന അദ്ഹുരികും ബഅദ അൻ ഹദാകുമുല്ലാഹു ലിൽ ഇസ്ലാം وقطع به عنكم أمر الجاهلية واستنقذكم به من الكفر وألف به بينكم فترجعون إلى ما كنتم عليه كفارا. ഇമാം സുയൂത്തി ഉദ്ധരിക്കുകയാണ്, ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ വിവരമില്ലാത്ത ലോകത്തെ പഴയ നടപടിയിലേക്ക് മടങ്ങുകയാണോ? നിങ്ങൾ തെറ്റിലായിരുന്നപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയില്ലേ? നിങ്ങളെ ഇസ്ലാമിലേക്ക് പറഞ്ഞു വിട്ടില്ലേ? ഞാൻ നിങ്ങളെ സത്യവഴി കാണിച്ചു തന്നില്ലേ? എന്നിട്ടും നിങ്ങൾ തെറ്റിലേക്ക് പോവുകയാണോ? മടങ്ങല്ലേ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിലേക്ക് മടങ്ങിക്കോ, സത്യത്തിന്റെ വഴിയിലേക്ക് വന്നോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് നൽകി സംസാരിച്ചപ്പോൾ ഫഅറഫൽ ഖൗമു അന്നഹാ നസ്ഗത്തും മിനശ് ശൈത്താൻ വകൈദും മിൻ അദുവിഹിം ഫഅൽഖൗ സിലാഹ മിൻ ഐദീഹിം വബക്കൗ. ഇതങ്ങ് കേട്ടപ്പോ ഉയർത്തിപ്പിടിച്ച വാളുകളെ താഴെ വെച്ചു. യുദ്ധം കോർക്കാൻ വീണ്ടും ഒരുങ്ങി നിന്ന ഔസും ഖസറജും എന്നീ രണ്ട് ഗോത്രങ്ങൾ അവരുടെ ആയുധങ്ങളെല്ലാം മാറ്റിവെച്ചിട്ടോ അവര് കരയാൻ തുടങ്ങി. വഅനഖർ റിജാലു മിനൽ ഔസി വൽ ഖസറജ് ബഅ്ളുഹും ബഅ്ളാ. അവര് പരസ്പരം വാളുമാറ്റി വെച്ച് ആലിംഗനം നടത്തി. സുമ്മൻ സറഫൂ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാമിഈന മുതീഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതിനെ കേട്ട് അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഗോത്രക്കാരും ഹബീബിന്റെ മുമ്പിലേക്ക് വന്നു. ഖദ് അത്ഫ അല്ലാഹു അൻഹും കൈദ അദുവിഹിം. ശത്രുവിന്റെ തീജ്വാലകൾ മുഴുവനും അല്ലാഹു കെടുത്തി കളഞ്ഞു. അദുവുല്ലാഹി ശഅസ് ബിൻ ഖൈസ്. ശഅസ് ബിൻ ഖൈസ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ വിരോധിയാണ്. സ്വഹാബികളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ പഴയ കാര്യങ്ങൾ വലിച്ചിട്ടുകൊണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ടാക്കി അവരെ പഴമയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. അതിന് നിങ്ങൾ മുതിരല്ലേ? കുടുംബകാര്യങ്ങളോ വ്യക്തികാര്യങ്ങളോ ദീനീ കാര്യങ്ങളിൽ കൊണ്ടുവന്ന് കൂട്ടിക്കലർത്തല്ലേ? എത്ര വലിയ പാഠമാണ്! ഇന്ന് പല സ്ഥലങ്ങളിലും വ്യക്തിപരമായ കാര്യങ്ങളുടെ പേരിൽ പരസ്പരം കൊമ്പുകോർക്കുന്ന കാലമാണ്. ഈ ആഴ്ചയിൽ തന്നെ നമ്മുടെ ജില്ലയിൽ അങ്ങനെ അഭിപ്രായ വ്യത്യാസത്തിൽ രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഒരു മുസ്ലിം മരിച്ചുപോയില്ലേ? കുറച്ച് കാലം മുമ്പ് നമ്മൾ മലപ്പുറം ജില്ലയിൽ നിന്ന് അങ്ങനെ ഒരു ഗോത്രയുദ്ധത്തിന്റെ പേരിൽ മരിച്ചവരെ വായിച്ചില്ലേ? ഇതുപോലെ പരസ്പരം ലോകതലത്തിൽ മുസ്ലിങ്ങൾ തന്നെ അഭിപ്രായ വ്യത്യാസത്തിലേക്ക് വന്നാൽ ശൈത്താനാണ് നിങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കുന്നത്. ഫഫിറൂ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് മടങ്ങിയിട്ട് മാനുഷികമായ ഭാവങ്ങളെയും മതത്തിന്റെ ഏകത്വത്തെയും നിങ്ങൾ ഉൾക്കൊള്ളണേ എന്ന് പറഞ്ഞു കൊടുക്കുന്ന നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഒരു ഹജ്ജ് കൊണ്ട് ലോകാവസാനം വരെയുള്ള ഹാജിമാരുടെ സംശയങ്ങളെ മാറ്റിക്കൊടുത്ത തിരുനബി ഒരു ചെറിയ ജീവിതം കൊണ്ട് ലോകാവസാനം വരെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിച്ചു തന്നു. ഗോത്രയുദ്ധങ്ങളുടെയും വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും ട്രൈബൽ ക്ലാഷുകളുടെയും ഭരണകൂടങ്ങളുടെയും ഭരണീയരുടെയും എല്ലാ തലങ്ങളെയും കണ്ടറിഞ്ഞുകൊണ്ട് പരിഹാരം പറഞ്ഞു തന്ന ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണെങ്കിൽ ജൂതന്മാരുടെ ചതി ഇനിയും അവസാനിച്ചിട്ടില്ല. ഓരോ ആയുധങ്ങൾ കീഴടങ്ങുമ്പോൾ അടുത്തതുമായി വരികയാണ്. അതിന്റെ ഇടയിൽ ഒരു മൂന്നാം കക്ഷി വേറെയും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നപ്പോൾ അനുസരിച്ച് നിൽക്കുന്ന സ്വഹാബികളുണ്ട്, വിരോധിച്ചു നിൽക്കുന്ന യഹൂദികളുണ്ട്. അതിന്റെ രണ്ടിന്റെയും ഇടയിൽ ചില ഷണ്ടന്മാരുണ്ട്. അവരാണ് മുനാഫിഖുകൾ. പകൽ അവര് മുസ്ലിങ്ങളാണ്, രാത്രി എതിരാളികളുടെ കൂടെയാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുക്കളാണ്. കണ്ടില്ലേ, അവരുടെ നേതാവാണ് അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂൽ. തക്കം കിട്ടുമ്പോഴെല്ലാം പറയും മൊയ്ലിയാര് പറഞ്ഞത് ശരിയല്ലാന്ന്. മൊയ്ലിയാരെ നേരെ കാണുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് മുസാഫഹത്ത് ചെയ്യും. അങ്ങനെയുള്ള ആളുകളാണ് മുനാഫിഖീങ്ങൾ. എല്ലാ പരിപാടിയിലും അവർ പങ്കെടുക്കും, എല്ലാ യോഗങ്ങളിലും അവർ സംബന്ധിക്കും. ചിലപ്പോ വേഷവും ഇസ്ലാമിൻ്റെത് ധരിക്കും. അങ്ങോട്ടിറങ്ങിയിട്ട് പറയും ഇതല്ലേ ഇപ്പൊ നമുക്ക് മനസ്സിലാവാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ടാക്കുന്ന ആളുകളാണ് അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂലിന്റെ ആളുകൾ. നിരവധി സംഭവങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ സമയത്തും അവിടുത്തെ മഹനീയമായ വ്യക്തിപ്രഭാവം കൊണ്ട് പറയുമ്പോ അവിടെയെല്ലാം എഴുന്നേറ്റ് നിന്നിട്ട് അഭിപ്രായ വ്യത്യാസം പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഖന്തഖിന്റെ കിടങ്ങ് കീറുകയാണ്. ആ സമയത്ത് പറഞ്ഞു, പേർഷ്യയും റോമായും എല്ലാം ഞാനിപ്പോ കണ്ടു. നാളെ നിങ്ങളുടെ കാൽ കീഴിൽ അത് മുഴുവനും വരുന്നതാണ് സ്വഹാബാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സ്വഹാബത്ത് തക്ബീർ ചൊല്ലി പാസാക്കി. അപ്പോഴാണ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ യോഗം. ആ യോഗം വിളിച്ചിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന്റെ ചോദ്യം, ഇപ്പൊ കണ്ടില്ലേ ആ പറഞ്ഞ് പ്രസംഗിച്ച ഉസ്താദ് ഉണ്ടല്ലോ, അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വളരെ പട്ടിണിയിലാണ്. അതുകൊണ്ട് 2 പാറക്കഷ്ണമാണ് പള്ളയിൽ വെച്ച് കെട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള പല സ്വഹാബികളും അത്താഴപ്പട്ടിണിക്കാരാണ്. അവരുടെ മുമ്പിൽ നിന്നാണ് വലിയ ഘോരഘോരമായി പ്രസംഗം നടത്തുന്നത്. കിസ്റ നമ്മുടെ കയ്യിലാണ്, കൈസർ നമ്മുടെ കയ്യിലാണ്, റോം നമ്മുടെ കയ്യിലാണ്. ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കാൻ ചില തക്ബീർ തൊഴിലാളികളെ അല്ലേ കിട്ടുകയുള്ളൂ എന്ന നിലയ്ക്ക് അപ്പുറത്തൊരു പ്രസംഗം നടത്തുന്നു. അങ്ങനെ ഒരു പ്രസംഗം അപ്പുറത്ത് വന്നാൽ മിണ്ടാതിരിക്കലല്ല വേണ്ടത്, ഇവിടെ വിശദീകരണം വെക്കണമെന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങളെ വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, അപ്പുറത്തൊരു കക്ഷി സമ്മേളനം നടത്തിയിട്ടുണ്ട്. അവര് ചോദിച്ചു, നമ്മൾ പട്ടിണിയിലായിട്ട് റോമാ സാമ്രാജ്യം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വെറുതെ ഇങ്ങനെ മോഹിപ്പിക്കുകയാണെന്ന്. ഞാൻ റോമിൽ പോയിട്ടില്ലല്ലോ, ഞാൻ സാർ ചക്രവർത്തിമാരുടെ കൊട്ടാരത്തിൽ പോയിട്ടില്ലല്ലോ. ഞാൻ മദീനയിലേക്ക് വന്നപ്പോ എന്നെ വാരിപ്പുണർന്ന സൽമാനു മിന്നീ, ഓ സൽമാനെ ഇങ്ങോട്ട് വന്നേ, നിങ്ങൾ റോമിൽ പോയിട്ടില്ലേ? പോയിട്ടുണ്ട് നബിയേ. കിസ്റ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ പോയിട്ടില്ലേ? ഉണ്ടല്ലോ ഹബീബേ. എന്നാൽ ഞാൻ കണ്ട കൊട്ടാരത്തിന്റെ വർണ്ണനയൊന്ന് പറഞ്ഞു തരാം, ശരിയാണോ അല്ലേ ഇവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രൊജക്ടർ വെച്ച് മറുപടി കൊടുക്കുകയാണ്. കാരണം അതാ കിസ്റായുടെ ചിത്രം മനസ്സിലേക്ക് വരികയാണ്. ആ ചിത്രം സൽമാൻ തങ്ങളോട് ചോദിക്കുകയാണ്. അതിന് മറുപടി പറയുന്നു ലോകത്തിന്റെ നേതാവ് സർവ്വറെ ആലം മുഹമ്മദ്
മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ കൃത്യമായ മറുപടി പറഞ്ഞു കൊടുത്തു. സ്വഹാബത്ത് മുഴുവനും അത് വിശ്വസിച്ചു. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളായ സ്വഹാബികൾ അവരിൽ നിന്ന് പരമ്പരയായി കൊണ്ടുവന്ന ശഅറെ മുബാറക് നമ്മുടെ നാട്ടിലെത്തി. അതിന്റെ പരമ്പരയും പറഞ്ഞു. ഇന്ന സ്വഹാബി ഇന്ന ആൾക്ക് കൊടുത്തു എന്ന് കൃത്യമായി മറുപടിയും പറഞ്ഞു. ആ മറുപടി അടക്കം പരമ്പരയായി കൊണ്ടുവന്നിട്ടും പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശമാണോ എന്നൊരാള് സംശയിച്ചാൽ അയാൾക്ക് സംശയിക്കാനേ ലോകത്തുള്ളൂ. അതുപോലൊരു സ്വഹാബിയിൽ നിന്ന് പല സ്വഹാബിയിൽ നിന്ന് കേട്ടുവന്നതാണ് ഖുർആൻ. അതുപോലെ സ്വഹാബികളിൽ നിന്ന് പരിചയപ്പെട്ടു വന്നതാണ് ലോകത്തുള്ള പ്രമാണങ്ങളെല്ലാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ കാലഘട്ടത്തിലും അതിജയിക്കേണ്ട വിഷയങ്ങളെ അതിജയിക്കുവാൻ കൃത്യമായി പഠനം നൽകിയിട്ടാണ് വഫാത്തായി പോയത്. ആ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ നയിക്കുമ്പോ അതിനെതിരെ തിരിഞ്ഞ ആളുകൾക്കുള്ള മറുപടിയാണ് ജോൺ ഓസ്റ്റിൻ പറയുന്നത്. In little more than a year he was actually the spiritual, nominal and temporal rule of Medina, with his hands on the lever that was to shake the world. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറഞ്ഞ കാലം കൊണ്ട് മദീനയിലെ ഭരണാധികാരിയായി മാറി. മാത്രമല്ല ഹബീബിന്റെ കയ്യിലുള്ള ടൂളുകൾ അവിടുന്ന് മദീനയെ ചലിപ്പിക്കാനുള്ളതല്ല, ലോകത്തെ ചലിപ്പിക്കാനുള്ളതാണ്. ലോകത്തെ കുലുക്കാനുള്ള ഉത്തോലകവുമായി മദീനയിൽ അധികാരം നടത്തിയ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ. जिधर देखिए बाग जन्नत खुला है, नजर में है नक्शो निगारे मदीना, रही उनके जलवे बसे उनके जलवे, मेरा दिल बने याद गारे मदीना, जिधर देखिए बाग जन्नत खुला है. എങ്ങോട്ട് വേണമെങ്കിലും നോക്കിക്കോ, അവിടെ സ്വർഗത്തിന്റെ കവാടം തുറന്നു കിടക്കുകയാണ്. നസർ മേ ഹെ നഖ്ശോ നിഗാരേ മദീന, മദീനയുടെ ചിത്രം മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് മദീനയുടെ നാലുവട്ടത്തിൽ എവിടെ നോക്കിയാലും അവിടെ മുഴുവനും സ്വർഗത്തിന്റെ കവാടം തുറന്നു കിടക്കുകയാ. രഹി ഉൻകെ ജൽവേ ബസി ഉൻകെ ജൽവേ. ആ മഹനീയമായ മദനി വെളിച്ചത്തിൽ ജീവിക്കണം, ആ മദനി വെളിച്ചത്തിൽ മുന്നോട്ട് പോകണം. മെരാ ദിൽ ബനെ യാദ്ഗാറേ മദീന, എന്റെ മനസ്സ് പടുത്തിരിക്കുന്നത് മദനി സ്മൃതികളാലാണ്. എന്റെ മനസ്സ് പടുത്തുയർത്തിയിരിക്കുന്നത് മദനി ഓർമ്മകളാലാണ്. മദീനയെ കുറിച്ചുള്ള വിചാരമാണ് എന്റെ മനസ്സിന് ജീവൻ നൽകുന്നത്. ഹറം ഹേ ഇസേ സാഹത്തെ ഹർ ദോ ആലം ജോ ദിൽ ഹോ ചുകാ ഹേ ശിക്കാരേ മദീന. മദീനയുടെ മണ്ണെന്റെ മനസ്സായി മാറിയിരിക്കുകയാണ്. മദീനയിലെ വിചാരം എന്റെ വികാരമായി മാറിയിരിക്കുകയാണ്. മദീനയോടുള്ള വികാരം എന്റെ വിചാരത്തെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. കാരണം എന്റെ കാമുകന്റെ കാമുകയുടെ അനുരാഗിയുടെ സ്നേഹപാത്രത്തിന്റെ സ്നേഹഭാജനത്തിന്റെ അനുരണനങ്ങളാകമാ
അവസാനം പോയി ചേരുന്ന മദീന, ലോകത്തിന്റെ നേതാവും വെച്ചുറങ്ങുന്ന വീട്, ലോകൈക ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. നീട്ടുന്നില്ല. ഈ വെള്ളിയാഴ്ച രാവിൽ ഹബീബിനോടൽപ്പം ഒരു സല്ലാപം നടത്തണം. സ്നേഹികൾ പടുത്തുയർത്തിയ ലോകത്തെ പരിചയപ്പെടുത്തണം. അതുവഴി അവര് നേടിയ വിജയത്തിന്റെ ലോകമറിയണം. ആ വഴിയിൽ ചേർന്നു നിൽക്കണം. നമ്മൾ സഞ്ചരിക്കുകയാണ് വർഷങ്ങൾക്ക് പിന്നിൽ നിന്ന്. നമ്മൾ കടന്നു വരികയാണ് ഹബീബിന്റെ സഞ്ചാര വഴിയിലൂടെ. നമ്മൾ നടന്നു വരികയാണ് ആമിന റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ നിന്ന് തുടങ്ങിയ നടത്തമാണിത്. മക്കായുടെ മരുപ്പറമ്പിന്റെ നാലുപാടിൽ നിന്ന് ചീളുകൾ ചീറി വന്നപ്പോൾ മാറ് കാണിച്ച സിദ്ദീഖുൽ അക്ബർ തങ്ങളിലൂടെ, അവസാന മേഘാന്തതയുടെ പരിദേവനത്തിലൂടെ സഞ്ചാരം നടത്തിയ മദീനയുടെ പാതയിലൂടെ, അങ്ങനെ വന്ന് അവസാനം നോവിന്റെയും നൊമ്പരത്തിന്റെയും മികവിന്റെയും വിജയത്തിന്റെയും ഇടയിൽ കൂടെ കിട്ടിയ വിശ്വാസികളെയും പിടിച്ച് മദീനയിൽ അണഞ്ഞ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സഞ്ചരിക്കുകയാണ്. ഈ ചരിത്ര പാരായണത്തോട് നീതി പുലർത്താൻ എനിക്ക് കഴിയില്ല. ഒരു പ്രഭാഷകനും കഴിയില്ല, ഒരു എഴുത്തുകാരനും കഴിയില്ല, ഒരു വരയ്ക്കുന്നവനും സാധ്യമല്ല, ഒരു ഗിരിപ്രഭാഷകനും സാധ്യമല്ല. പക്ഷേ ഒന്നറിയാം, ഈ വഴിയിൽ എവിടെയെങ്കിലും ഒന്ന് കിടക്കുമ്പോ ഈ വഴിയെ പോയ നേതാവിന്റെ കാലിന്റെ ചെരുപ്പിന്റെ അടിയിൽ ഒന്ന് പതിഞ്ഞു കിട്ടിയാൽ നഅലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താജ്ദാറെ ആലം, ഹബീബിന്റെ ചെരുപ്പ് ലോകത്തിന്റെ സിംഹാസനമാണ്, കിരീടമാണ്. അപ്പൊ ലോകമാകമാനം സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ കിരീടം ഹബീബിന്റെ ചെരുപ്പാണ്. അതിന്റെ അടിയിൽ ഒരു മണൽത്തരിയായി മാറിയാൽ ജന്നത്ത് മേ ദാഖിൽ ഹോ ജായേഗാ, സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്നതാണ്. അതിനു വേണ്ടിയുള്ള ആശ വെച്ചുകൊണ്ടുള്ള സഞ്ചാരമാണ്. ചുരുക്കി പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജൂതന്മാര് വിട്ടില്ല. നാളെ നാം പറയുന്നത് മദീനത്തെ വിശേഷമാണ്. മദീനത്തെ പള്ളികൾ, മദീനത്തെ കിണറുകൾ, മദീനത്തെ പഴങ്ങൾ, മദീനത്തെ മുള്ളുകൾ, മദീനത്തെ കബറിടങ്ങൾ, മദീനത്തെ ഇഷ്ടവസ്തുക്കൾ, മദീനത്തെ വിഭവങ്ങൾ, മദീനത്തിലെ കാലാവസ്ഥ, ഇതാണ് നാളത്തെ നമ്മുടെ സദ്യ. ഇന്നതുകൊണ്ട് എനിക്കിത് പറഞ്ഞൊതുക്കാൻ ഞാൻ നിർബന്ധിതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനാ, ആരാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ കടം കൊടുക്കുന്നവർ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കണം, സംഭാവന കൊടുക്കണം. പള്ളി പണിയാൻ അള്ളാഹു ഒരു പള്ളി പണിത് കൊടുക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ല മദീനത്തെ പള്ളിക്ക് ഹബീബ് പിരിവ് നടത്തിയത്. അള്ളാഹുവിനൊരു പള്ളി പണിയാൻ അധികാരമില്ലാഞ്ഞിട്ടല്ല മദീനയിൽ ഹബീബ് സ്വഹാബികളോട് സഹായം തേടിയത്. അപ്പോൾ ആ അർത്ഥത്തിൽ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ജൂതന്മാര് വന്ന് പറയുകയാണ്, ഖദിജ്തമഉ ഇലാ റജുലിൻ മിൻഹും യുഖാലു ലഹു ഫിൻഹാസ് ബിൻ ആസൂറാ. ഫിൻഹാസ് ബിൻ ആസൂറാ എന്ന് പറയുന്ന ആളുടെ മുമ്പിൽ വന്നു. വകാന മിൻ ഉലമാഇഹിം വഅഹ്ബാരിഹിം, അവരുടെ പാതിരിമാരിൽപ്പെട്ട ആളാണ്. ഫഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു വൈലക യാ ഫിൻഹാസ് ഇത്തഖില്ലാഹ അസ്സ വജല്ല വഅസ്ലിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറഞ്ഞതാണ്. അപ്പോൾ ആ ഫിൻഹാസ് എന്ന് പറയുന്ന ജൂത പരിശ പറയുകയാണ്, വല്ലാഹി യാ അബൂബക്കർ മാ ബിനാ ഇലല്ലാഹി മിൻ ഫഖർ വ ഇന്നഹു ഇലൈനാ ലഫഖീർ. ഞങ്ങൾക്ക് അല്ലാഹനെ ഒന്നും ആവശ്യമില്ല, അല്ലാഹ് ഫക്കീറാണ്, അതുകൊണ്ടല്ലേ അല്ലാഹന്റെ പള്ളിക്ക് പിരിവ് നടത്തുന്നത്.
وما نتضرع إليه كما يتضرع إلينا وإنا عنه لاغنياء وما هو عنا بغني ولو كان عنا غنيا ما استقرض منا أموالنا كما يزعم صاحبكم ينهاكم عن الربا ويعطيناه ولو كان عنا غنيا ما أعطانا الربا. പറയാണ്, ഓ നിങ്ങളുടെ അല്ല പാവപ്പെട്ട അല്ലയാണ്, കയ്യിലൊരു ചില്ലറയില്ല, പാവം ഫക്കീറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഫിൻഹാസ് എന്ന് പറയുന്ന ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ധരിക്കുന്ന ആയത്തിനെ ആക്ഷേപിക്കുകയാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി ബക്കറിൻ മാ ഹമലക അലാ മാ സനഅത. അല്ലാഹുവിനെ ആക്ഷേപിച്ചപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് സഹിച്ചില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ അടിയാണ്. فغضب أبو بكر فضرب وجه فنحاس ضربة شديدة. അല്ലാഹ് ബക്കീറാണെന്ന് പറഞ്ഞു അവന്റെ മുഖത്തൊരൊറ്റടി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാധാരണഗതിയിൽ സമാധാന ശൈലിയാണ്, പക്ഷേ ഈമാനിൽ സന്ധിയില്ലാത്ത സമരമാണ്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സ്വീകരിക്കേണ്ട നയം സ്വീകരിക്കേണ്ടടുത്ത് സ്വീകരിക്കുന്ന ആളാണ്. അവിടെ വിട്ടുവീഴ്ചയില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് അയാൾ പറഞ്ഞു, നിങ്ങളുടെ അനുയായിയായ അബൂബക്കർ സിദ്ദീഖ് എന്നെ അടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല സിദ്ദീഖുൽ അക്ബർ, എന്തിനാണ് അങ്ങനെ അയാളെ തല്ലിയത്? അപ്പോൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നഹു സഅമ അന്നല്ലാഹ ഫഖീർ വഅന്നഹും അൻഹു അഗ്നിയാ വളിബ്തു ലില്ലാഹി മിമ്മാ ഖാല ഫളറബ്തു വജ്ഹഹു. അല്ലാഹുവിന് വേണ്ടി ദേഷ്യം പിടിച്ചിട്ട് ഞാൻ അടിച്ചതാണ് നബിയെ, എനിക്കല്ലാതെ വേറെ ഒരു താല്പര്യവുമില്ല. അപ്പ ഈ പച്ച കള്ളം പറയുന്ന ചങ്ങാതി പറഞ്ഞു, ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല, എന്നെ വെറുതെ അടിച്ചതാണ്. എല്ലാ കള്ളന്മാരുടെയും സ്വഭാവം അതാണ്. പക്ഷേ അല്ലാഹു അറിയുന്നുണ്ടല്ലോ, പ്രവാചകരുടെ സന്നിധിയിലാണല്ലോ. അതാ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുകയാണ്, ലഖദ് സമിഅ അല്ലാഹു ഖൗലല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഫഖീറുൻ വനഹ്നു അഗ്നിയാഉ സനക്തുബു മാ ഖാലൂ വഖത്ലഹുമുൽ അംബിയാഅ ബിഗൈരി ഹഖ്ഖിൻ വനഖൂലു ദൂഖൂ അദാബൽ ഹരീഖ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹു ഫഖീറാണ്, ഞങ്ങൾ ധനികരാണ് എന്ന് പറഞ്ഞവരുടെ വാചകം നമ്മൾ കേട്ടിട്ടുണ്ട്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞത് സത്യമാണ്. നമ്മൾ അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമ്പിയാക്കന്മാരെ കൊല ചെയ്ത നടപടിയുടെ ആളുകളാണ്, അതും നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെ പരലോകത്ത് വരുമ്പോ നമ്മൾ അവരോട് പറയും, ذوقوا عذاب الحريق, നരകത്തിന്റെ ശിക്ഷ അനുഭവിച്ചോ എന്നവരോട് പറയുന്നതാണ്. അവരെ വെറുതെ വിടില്ല. അതുകൊണ്ടോ പ്രിയപ്പെട്ട നേതാവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സത്യസന്ധമായ നിലപാടിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നീതീകരിച്ചുകൊണ്ട് ആയത്തിറങ്ങുമ്പോൾ ജൂതന്മാര് അക്കാലവും എക്കാലവും മുസ്ലിം ലോകത്തിന്റെ ഇടയിൽ വഞ്ചനകൾ പരത്തുകയും കള്ളത്തരങ്ങൾ വ്യാപിപ്പിക്കുകയും ചെയ്ത ആളുകളാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇസ്ലാമിന്റെ സത്യസന്ധമായ നിലപാടുകളെ പുണ്യനബിയുടെ മദീനയിൽ നിന്ന് ഏറ്റെടുത്ത് ആ ഹബീബിനോട് സ്നേഹമുള്ളവരായി മാറിയാൽ നമുക്കാണ് രക്ഷ. ഇനി ഹബീബിന്റെ മദീനയിലെ
വർത്തമാനങ്ങൾ നമുക്ക് പറയാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാരാണ്? ഹബീബിനോട് തൊട്ട് കളിച്ച ഒരാളും പോയിട്ടില്ല. ഞാൻ ഇപ്രാവശ്യം ഇങ്ങനെ ആലോചിച്ചു, അല്ല, എല്ലാ സ്നേഹപ്രപഞ്ചത്തിന്റെയും ഓരോ ദിവസവും അവസാനം ഹബീബിനെ പ്രേമിച്ച ഒരാളെങ്കിലും പറയാറുണ്ട്. ഇപ്രാവശ്യം ആരെയൊക്കെ പറയണോന്നിങ്ങനെ മനനം ചെയ്തു. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ വന്നത്, ഹബീബിനെ പ്രേമിച്ചോരെ മാത്രം പറഞ്ഞാ പോരാ, ഹബീബിനോട് ദേഷ്യം കാണിച്ചവർക്ക് കിട്ടിയ നഷ്ടവും പറയണം. അങ്ങനെ നോക്കുമ്പോ അത് സംബന്ധമായി തന്നെ എത്രയോ ഗ്രന്ഥമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദേഷ്യം പിടിച്ച പറ്റിയവർക്ക് വന്നുപോയ വിപത്തുകൾ പറയാൻ സ്വതന്ത്രമായി ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ ഒരു ഗ്രന്ഥം തന്നെ അഅദാഉർ റസൂൽ എന്ന പേരിൽ എൻ്റെ കൈവശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദ്വേഷം കാണിച്ചവർക്ക് വന്നുപോയ വിപത്തുകൾ. അല്ലാഹു അത്തരം വിപത്തുകളെ തൊട്ട്, ദേഷ്യത്തെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത് പറയേണ്ട ഒരു കാലമാണ്. ചില ആളുകൾക്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ മതവിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ന്യൂനപക്ഷങ്ങളുണ്ട്. അരുത് സഹോദര, ഹബീബിനെ രാഷ്ട്രീയ താല്പര്യങ്ങളിൽ വലിച്ചിഴക്കരുത്. ഹബീബിനെ സംഘടനാ താല്പര്യങ്ങളിൽ ന്യൂനമാക്കി കാണിക്കാൻ പാടില്ല. ഹബീബിന്റെ മഹത്വം ആരു പറഞ്ഞാലും അത് ഉൾക്കൊള്ളണം. കാരണം ഹബീബ് നമ്മുടെ ഹൃദയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ വികാരമാണ്. എന്നാൽ അറിയുമോ, ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. ഉതൈബത്ത് ബിൻ അബീ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിച്ച ആളാണ്. അതാ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മോളാകുന്ന ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകളെ വേളി കഴിക്കാൻ യോഗം ലഭിച്ചിരുന്ന ആളാണ്. പക്ഷേ ഇസ്ലാമിലേക്ക് വരാതായപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ പ്രഖ്യാപനം നടത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളെ ത്വലാഖ് ചൊല്ലി. അതുമാത്രമല്ല, അബൂലഹബ് എന്ന പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയൊക്കെ വേദനിപ്പിച്ചോ, അങ്ങനെയെല്ലാം വേദനിപ്പിക്കാൻ കൂടെ നിന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു ദിവസം വരികയാണ്. കാന ഖദ് അറാദൽ ഖുറൂജ ഇല ശാമി മഅബി. വാപ്പാന്റെ കൂടെ സിറിയയിലേക്ക് പോകാൻ പോവുകയാണ്. ആ നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. വന്നിട്ട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, അയാളുടെ വാക്കുദ്ധരിക്കാൻ എനിക്ക് കഴിയില്ല, ഞാൻ പോവുകയാണ്, വരട്ടെ, ശരിയാക്കി തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭീഷണി മുഴക്കി. ഫഖാല, എന്നിട്ട് പറയുകയാണ്, യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി കാഫിറുൻ ബിൻ നജ്മി ഇദാ ഹവാ വബില്ലദീ ദനാ ഫതദല്ലാ. അന്നജ്മി ഇദാ ഹവാ എന്ന സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രത പറയുന്ന അധ്യായമാണ്. അത് ഞാൻ അംഗീകരിക്കുന്നില്ല. വബില്ലദീ ദനാ ഫതദല്ലാ, മിഅ്റാജിനെ കുറിച്ച് പറയുന്ന ആയത്തെടുത്ത് ഉദ്ധരിച്ചിട്ട് പറയുകയാണ്, അതും ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചിട്ട് ഈ ചങ്ങാതി പറയാണ്, ഹബീബിന്റെ നേരെ ഒരൊറ്റ തുപ്പലാണ്. അക്ഹലുൽ ലൈനൈൻ അസജ്ജുൽ ഹാജിബൈൻ
ലോകമൊരു നോക്കു കാണാൻ നേരെ കഴിയാത്തത് കൊണ്ട് സ്വപ്നത്തിലെങ്കിലും കൊതിക്കുന്ന നേതാവിന്റെ നേരെ ഈ ഇസ്ലാമിന്റെ വിരോധി ഒരൊറ്റ തുപ്പലാണ്. അപ്പോഴേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ കാക്കിച്ചു തുപ്പിയിട്ട് മോളെ പിടിച്ചോന്ന് പറഞ്ഞിട്ട് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ തലാഖ് ചൊല്ലി ഏൽപ്പിച്ചു കൊടുത്തിട്ട് ദേഷ്യം പിടിച്ചപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരൊറ്റ ദുആയാണ്, അല്ലാഹുമ്മ സല്ലിത് അലൈഹി കൽബൻ മിൻ കിലാബിക്. അല്ലാഹുവേ, ഈ ധിക്കാരിയെ നിന്റെ സൃഷ്ടികളിലുള്ള ഏതെങ്കിലും ഒരു പട്ടിയെ കൊണ്ട് ഒതുക്കണം റഹ്മാനേ, ഏതെങ്കിലും ഒരു മൃഗത്തെ കൊണ്ട് നശിപ്പിക്കണം റഹ്മാനേ. ഇത് കേട്ടപ്പോ അബൂ താലിബ് എന്നവരടുത്തുണ്ട്. അബൂ താലിബ് എന്നവർക്കറിയാം എന്റെ അനുജന്റെ മകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ പറഞ്ഞതു തന്നെയാണ്, വാക്കുമാറില്ല, അല്ലാഹു ഒഴിവാക്കില്ല എന്നറിയാം. അബൂ താലിബ് അപ്പ പറയുകയാണ്, മാ അഗ്നാക യബ്ന അഖീ അൻ ഹാദിഹി ദഅവാ. അതാ കണ്ടില്ലേ, അബൂ താലിബ് അപ്പ അറിയാതെ ചോദിക്കുന്ന, മോനെ അങ്ങനെ ദ്വാരക്കണമായിരുന്നോ? ഏതായാലും അവിടെ നിന്നിറങ്ങി. ثم خرجوا إلى الشام فنزلوا منزلا فأشرف عليهم راهب من دير. കണ്ടില്ലേ, അവർ സിറിയയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്തിറങ്ങി. അവിടെ ഒരു പാതിരിയുണ്ട്. ആ പാതിരി പറഞ്ഞു, ഇതൊരുപാട് വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ്, ഇതൊരുപാട് വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ്. ഫഖാല അബൂ ലഹബിൻ, അപ്പ അബൂ ലഹബ് പറയുകയാണ്, അഗീസൂനി യാ മഅ്ശറ ഖുറൈശ് ഫീ ഹാദിഹിൽ ലൈല ഫഇന്നീ അഖാഫു അലാ ബിനി ദഅവത മുഹമ്മദ്. കണ്ടില്ലേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന എന്റെ മകനെതിരെ വന്നിട്ടുണ്ട്. ഇത് വന്യമൃഗങ്ങളുള്ള നാടാണെങ്കിൽ നിങ്ങളെല്ലാം ഒന്ന് സഹായിക്കണേ, എന്റെ മോനെ ഒരു മൃഗവും പിടിക്കാതിരിക്കാൻ. എല്ലാ ആളുകളും അവരുടെ ഒട്ടകങ്ങൾ കൊണ്ടുവന്ന് വളഞ്ഞു വേലി കെട്ടി. ഈ മോനെ ആരും തൊടാതിരിക്കാനാണ്. അപ്പോഴതാ സിംഹം ഇറങ്ങി വന്നിട്ട് പിടിക്കാതിരിക്കാൻ, വന്യമൃഗങ്ങൾ വന്നിട്ട് പിടിക്കാതിരിക്കാൻ അവരെല്ലാവരും ഒട്ടകം കൊണ്ട് വേലി കെട്ടിയിട്ട് ഈ ഉതൈബത്ത് എന്ന് പറയുന്ന മകനെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കു നേരെ തുപ്പിയ ആളെ ബോഡി വേസ്റ്റ് എന്ന് ലേഖനം എഴുതിയവൻ ഇത് വായിക്കേണ്ടതാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അവിടുത്തെയുടെ വാക്കങ്ങ് ഫലിച്ചുപോയി. ഖുറൈശികൾക്കറിയാം ഹബീബിന്റെ വായിൽ നിന്ന് വീണാൽ അത് തിരിച്ചെടുക്കേണ്ടതില്ല എന്ന്.
കാരണം ഉമയ്യത്തിന് ഓർമ്മയുണ്ട്, അബൂജഹലിനറിയാം, അബൂലഹബിനറിയാം, ഉത്ബത്തിനറിയാം. അത് നമ്മുടെ 1 വർഷം അല്ലാഹു ആയുസ് നൽകിയാലുള്ള പരമ്പരയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് കൃത്യമായി പുലർന്ന 100 കണക്കിന് സംഭവങ്ങൾ പ്രത്യേകം അടയാളപ്പെടുത്തിയ മുസന്നിഫീങ്ങളുണ്ട്. അതിലേക്ക് തൽക്കാലം ഞാനിപ്പോ പോകുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയ്ക്കിരയായ ആള് 4 പാടും ഒട്ടകത്തെ കൊണ്ട് വേലി കെട്ടി. ഫജാഅൽ അസദു, സിംഹം വന്നു. സിംഹം നേരെ ഓരോരുത്തരുടെ മുഖം ഒന്ന് നോക്കി ഇങ്ങനെ, ആരെ പിടിക്കാനാണ് അല്ലാഹ് എന്നെ വിട്ടത്, ആരെ പിടിക്കാനാണ് അല്ലാഹ് എന്നെ വിട്ടത് നോക്കി. ഹത്താ അതാ ഉതൈബ, അബൂലഹബിന്റെ മകൻ ഉതൈബത്തിന്റെ മുഖം കണ്ടപ്പോ മനസ്സിലായി ഇവനെ പിടിക്കാനാണല്ലോ അല്ലാഹ് വിട്ടത്. ഫഖതലഹു വഖദ് ഖലമ റഅസഹു, തലയങ്ങ് പൊളിച്ചു കളഞ്ഞു. മഹാന്മാര് രേഖപ്പെടുത്തുന്നത് കാണാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതുപോലെയാണ് ലോകത്തിന്റെ നേതാവിന്റെ പവിത്രതയ്ക്കെതിരെ ആരെങ്കിലും ഒരാൾ തിരിഞ്ഞാൽ, മൻ ആദാലി അദുവൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അള്ളാഹുവിന്റെ അടിമകൾക്കെതിരെ ശബ്ദിച്ചാൽ അള്ളാഹു സമരം പ്രഖ്യാപിച്ചു. അവരുടെ നേതാവിനെ ആയാലോ പിന്നെ പറയാനുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ച് ഹബീബിന്റെ നേരെ തുപ്പിയിട്ട് പോന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുമ്മ സല്ലിത് അലൈഹി കൽബം മിൻ കിലാബിക്, ആൺകുട്ടികൾ ആരും അവനെ തൊടേണ്ടതില്ല, വധഭീഷണി മുഴക്കേണ്ടതില്ല. കാരണം അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രാർത്ഥന കണ്ടില്ലേ, ആരും തൊട്ടവന്റെ കൈ കേടുവരേണ്ടതില്ല. മറിച്ചോ അല്ലാഹു സുബ്ഹാനഹു വ തആല വന്യമൃഗത്തെ കൊണ്ട് തന്നെ അവനെ ഒതുക്കിക്കളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിനോട് മഹബ്ബത്തുള്ള സ്വാലിഹീങ്ങളിൽ നമ്മളെ പെടുത്തി തരട്ടെ. അവിടുത്തെയോട് പൊരുത്തം ഇല്ലാത്തൊരു ചിന്ത പോലും വരാതെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് വരാം, നമ്മൾ ഉതൈബത്തിന്റെ കൂട്ടക്കാരല്ല, നമ്മൾ അബൂലഹബിന്റെ അനുയായികളല്ല, നമ്മൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അനുയായികളാണ്. നമ്മൾ സ്വാലിഹീങ്ങളെ മുൻഗാമികളാക്കിയവരാണ്. നമ്മൾ മുത്തഖീങ്ങളുടെ ചെരുപ്പെടുക്കുന്നവരാണ്. നമുക്ക് വരാൻ നമ്മുടെ മാതൃകയുണ്ട്. അതാരാണ്? ബഹുമാനപ്പെട്ട സയ്യിദുനാ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു വഹുവ അവ്വലു മൻ ഹാജറ ഇലൽ മദീന വഅവ്വലു മൻ ജമഅ ഫിൽ ഇസ്ലാമി യൗമൽ ജുമുഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ നിലയിലും കൂട്ടായ ബഹുമാനപ്പെട്ട സയ്യിദുനാ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലിവാ എടുത്ത് കയ്യിൽ പിടിച്ചു. മുഹാജിരീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ബദർ യുദ്ധത്തിൽ ലിവാ പതാക എടുത്ത് കയ്യിൽ പിടിച്ചു. അതുപോലെ ഉഹദ് യുദ്ധത്തിലും പതാക എടുത്തു പിടിച്ച മഹാനാണ്. വളറബ ബിൻ ഖുമൈഅ യദ മിസ്അബ് ബിൻ ഉമൈർ. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പതാകയും പിടിച്ചു പോകുമ്പോ ഇസ്ലാമിന്റെ വിരോധിയായ ഇബ്നു ഖുമൈഅ മിസ്അബ് ബിൻ ഉമൈർ തങ്ങളുടെ കയ്യങ്ങ് വെട്ടിക്കളഞ്ഞു. ومسعب يقول وما محمد إلا رسول قد خلت من قبله الرسل.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻഗാമികളായ പ്രവാചകന്മാരെ പോലെ പ്രവാചകനാണ്. ഇടത്തെ കൈയിലേക്ക് പതാക വഹിച്ചു. ഇബ്നു ഖുമൈഅ എന്ന ദീനിന്റെ വിരോധി വന്ന് ഇടത്തെ കൈയും വെട്ടിക്കളഞ്ഞു. അപ്പോൾ നെഞ്ചത്തേക്ക് പതാക കൂട്ടിവെച്ചു. ബൈന അളുദൈഹി ഇലാ സ്വദ്രിഹി. ആ മിസ്അബ് ബിൻ ഉമൈർ തങ്ങൾ മാറത്തേക്ക് രണ്ട് കുറ്റിക്കൈയും കൊണ്ട് പതാക ചേർത്ത് വെച്ചു. എന്നിട്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഇറങ്ങി. ബഹുമാനപ്പെട്ട മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പണയം വെച്ച് അതാ ഇറങ്ങിയിട്ട് മാറത്തേക്ക് പതാകയും പിടിച്ചുകൊണ്ട് പോയി. അവസാനം അവിടുത്തെ ശരീരത്തക്രമം വന്നു. മിസ്അബ് ബിൻ ഉമൈർ തങ്ങൾ ഞെട്ടറ്റ് വീഴുമ്പോൾ فأخذ الراية ملك على صورته. മിസ്അബ് ബിൻ ഉമൈർ തങ്ങളുടെ രൂപത്തിൽ ഒരു മലക്കാ പതാക അങ്ങെടുത്തു. فكان النبي صلى الله عليه وسلم يقول. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു, തഖദ്ദം യാ മിസ്അബ്, ഓ മിസ്അബേ വരൂ വരൂ. فقال الملك, അപ്പ മലക്ക് പറയാണ്, ലസ്തു മിസ്അബൻ, ഞാൻ മിസ്അബല്ല നബിയേ. മിസ്അബ് ബിൻ ഉമൈർ ഷഹീദായി പോയി. വീണ പതാക നിലത്തിടാൻ പറ്റൂല. കാരണം ഹബീബിന്റെ പേരുള്ള ആയത്തോതിയിട്ട് കിടന്ന് പെടഞ്ഞ മഹാനാണ്. അതുകൊണ്ട് ആ പതാക നിലത്ത് വെക്കാൻ പറ്റൂല. അത് ഞാൻ എടുത്തതാണ്, ഞാൻ മലക്കാണ് യാ റസൂലല്ലാഹ്. അവസാന ശ്വാസം വരെ ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടി കൊടുത്ത മിസ്അബ് ബിൻ ഉമൈർ തങ്ങളുടെ ഈമാനാ ചെറുപ്പക്കാരാ വേണ്ടത്. അള്ളാന്റെ ഹബീബിനെ പ്രേമിക്കണം, ആ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, സ്വാലിഹീങ്ങൾ റസൂലുള്ളാഹിനെ കണ്ട രാത്രിയാണ്. ഞാൻ ഇന്നു തന്നെ പകലിൽ 1-2 സഹോദരങ്ങൾ എന്നെ വിളിച്ചു, പല സ്ഥലങ്ങളിൽ നിന്നായി. അവർക്ക് പറയാനുള്ള വിശേഷം മറ്റൊന്നുമല്ല, റബീഉൽ അവ്വലിൽ റസൂലുള്ളാഹി തങ്ങളെ കണ്ട സന്തോഷമാണ്. അതിൽ കോളേജിൽ പഠിക്കുന്ന നല്ല ഈമാനുള്ള ചെറുപ്പക്കാരുണ്ട്. വിളിച്ചെന്നോട് സന്തോഷം പറഞ്ഞത്, ഞാൻ ഈ വിഷയമെല്ലായിടത്തും പറയുന്നൊരു മുതഅല്ലിം എന്ന നിലക്കാണ്. അല്ലാതെ ഈ വിഷയം പറയാനോ കേൾക്കാനോ ഒരർഹതയും എനിക്കില്ല. എല്ലായിടത്തും കാണണം കാണണേ എന്ന് പറയുന്ന ഒരാളെന്ന നിലക്ക് മുഅ്മിനീങ്ങളിൽ ചിലരൊക്കെ കണ്ടാൽ വിളിച്ച് സന്തോഷം പറയാറുണ്ട്. അത് നിങ്ങളോട്, നിങ്ങൾ എൻ്റെ സ്ഥിരം ശബ്ദം കേൾക്കുന്ന മുഹിബ്ബീങ്ങൾ എന്ന നിലക്ക് പങ്കുവെക്കുകയാണ്. ഒരു വർഷം അല്ലാഹുവിൻ്റെ ഹബീബിനെ കണ്ട ആളുകളുടെ എണ്ണം എത്ര സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞവർ എത്ര മുഅ്മിനീങ്ങളാണ്. കഴിഞ്ഞ സ്നേഹപ്രപഞ്ചം നടക്കുമ്പോഴും അതിനു മുമ്പുമൊക്കെ ഞാൻ നിങ്ങളോട് പല സന്തോഷങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം ഹബീബിന്റെ ലോകം അങ്ങനെയാണ്, സ്നേഹിച്ചവർ അനുഭവിക്കുകയാണ്. രാത്രി വെറുതെ കിടക്കുകയല്ല, ഉറക്കം ഹബീബിനോടുള്ള മീറ്റിംഗ് ആണ്, പ്രവർത്തനം ഹബീബിന്റെ ദീനിന്റെ പ്രചരണത്തിനാണ്. രണ്ടുമായാൽ ഈ ജീവിതം സഫലമാണ്. അല്ലാഹു നമ്മെ മുഴുവനും സ്വീകരിക്കട്ടെ. ഒരൽപ്പം സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യണം. വെള്ളിയാഴ്ച രാവാണ്,
ഇജാബത്ത് പ്രതീക്ഷയുള്ള രാത്രിയാണ്. ഒരു വസിയ്യത്ത് കൂടി നിങ്ങളോട് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ചൊവ്വാഴ്ച നമ്മുടെ ഈ മജ്ലിസ് സമാപിക്കുമ്പോ നമുക്കൊരു ലക്ഷക്കണക്കിന് സ്വലാത്ത് ദുആ ചെയ്യണം. എല്ലാ കൊല്ലവും നമ്മൾ ചെയ്തു വരുന്നതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ബഹ്റൈനിലെ ഈസ ടൗൺ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടുത്തെ യൂണിറ്റിലുള്ള പ്രവാസികളായ മലയാളികൾ മാത്രം 13 ലക്ഷം സ്വലാത്ത് ചൊല്ലി. എന്നിട്ട് ദുആരക്കാൻ ഏൽപ്പിച്ചു. പിന്നീട് ഞങ്ങളുടെ സമാപന വേദി ഉണ്ടായിരുന്നു. ആ സ്ഥലത്തിന്റെ പേര് ഉമ്മുൽ ഹസം എന്നാണെന്ന് തോന്നുന്നു. അവിടെ വെച്ചും ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലി ആളുകൾ ദുആരക്കാൻ ഏൽപ്പിച്ചു. റബീഉൽ അവ്വൽ അങ്ങനെ സ്വലാത്ത് കൊണ്ട് കൊണ്ടാടുകയാണ്. അതുകൊണ്ട് നമുക്കിത് തുടരുമ്പോൾ ഓരോ ദിവസവും നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം, ഞാനും ചൊല്ലണം. എന്നിട്ട് ആ സ്വലാത്തിന്റെ എണ്ണം ഒന്ന് സംഘാടകർ മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് കളക്ട് ചെയ്യും. സമാപനത്തിന്റെ അന്ന് സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാര് വരുമ്പോ അവരുടെ നേതൃത്വത്തിൽ നമുക്ക് ദുആ ചെയ്യാനാണ്. ലക്ഷക്കണക്കിന് സ്വലാത്തുണ്ടാകണം. ഉമ്മമാരെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾ ചൊല്ലിയിട്ടറിയിച്ചിട്ടുണ്ട്. ഈ കൊല്ലവും നിങ്ങൾ അതിൽ പിശുക്ക് വരുത്തരുത്. നന്നായി സ്വലാത്ത് ചൊല്ലണം. എന്റെ ശബ്ദം UAE-യിലും ഖത്തറിലും അതുപോലെ ബഹ്റൈനിലും ഒമാനിലും അതുപോലെ ഓരോ രാഷ്ട്രങ്ങളിലും ഇരുന്ന് കേൾക്കുന്ന ആളുകൾ ഉണ്ട്. അവരും സ്വലാത്ത് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ഓൺലൈനിലൂടെ അറിയിക്കുന്നതാണ്, അറിയിക്കേണ്ടതാണ്. ബഹ്റൈനിലുള്ള സഹോദരങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇന്നലെ പ്രസംഗം കഴിഞ്ഞ് വിളിച്ചിരുന്നു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ പല രാജ്യങ്ങളിലുമുള്ള ആളുകൾ ഹബീബിനെ സ്നേഹിച്ച് മജ്ലിസിൽ പങ്കുചേർന്നിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാം ഒരേ ആകാശത്തിന്റെ തണൽ കൊള്ളുന്നവരാണ്. അത് ഹബീബിന്റെ മഹബ്ബത്ത് എന്ന ആകാശമാണ്. അല്ലാഹു നമ്മെ മുഴുവനും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് ഇന്നിവിടുന്ന് തിരിച്ചു പോകുന്നത് മുതൽ തന്നെ സ്വലാത്ത് തുടങ്ങണം. എന്നിട്ട് ലക്ഷമോ 10,000-മോ 5,000-ഓ അത് നിങ്ങൾ രേഖപ്പെടുത്തിയിട്ട് ഇവിടെ അറിയിക്കണം. എന്തിനാണ്? നമ്മളെ ബോധ്യപ്പെടുത്താനല്ല. അതെല്ലാം കൂടെ ഒരുമിച്ച് കൂടുമ്പോ ഹബീബിന്റെ മുമ്പിൽ ഒന്ന് സമ്മാനമായി വെച്ചിട്ട് ദുആ ചെയ്യാനാണ്. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ.